അപ്പോൾ നമ്മുടെ ഐഫോൺ 15 പ്രോ മാക്സ് നമ്മുടെ കയ്യിലിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് സെപ്റ്റംബർ 15-ാം തീയതി പ്രീ ബുക്ക് ചെയ്തിട്ട് വൈകുന്നേരം 4 മണിക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോൺ എനിക്ക് ലഭിച്ചത് ഇന്നലെ രാവിലെ 9 മണിക്കാണ്. അതായത് ഒക്ടോബർ 6 രാവിലെ 9 മണിക്കാണ് എനിക്കൊരു ഫോൺ ആപ്പിളിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ നമുക്ക് ഏകദേശം ഒരു 22 ദിവസം എടുത്തെങ്കിലും നമുക്ക് ഇപ്പോഴാണ് നമ്മുടെ ഫോൺ കൈക്ക് ലഭിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ഇന്നലെ രാവിലെ കിട്ടിയിട്ട് ഞാനത് അൺബോക്സ് ചെയ്തത് ഇന്നലെ വൈകുന്നേരമാണ്. കാരണം നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യണമെന്നുണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പോഴാണിത് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്തിട്ട് ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോൾ ഒബ്വിയസ്ലി ഒത്തിരിയധികം വീഡിയോസ് കണ്ടു കാണും ഐഫോണിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മുടെ ചാനലിൽ നമ്മളിപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ആക്കിയിട്ട് നമ്മുടെ ഫോണിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ ഇതിനകത്ത് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് 15 പ്രോ മാക്സ് നാച്ചുറൽ ടൈറ്റാനിയത്തിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 ആണ്. അപ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ ഒരു നോർമലായിട്ടുള്ള ഒരു പാക്കേജിങ് ഇവിടെ വരുന്നുണ്ട്. ഐഫോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നാച്ചുറൽ ടൈറ്റാനിയം കളറിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഐഫോൺ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പുറകെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 15 പ്രോ മാക്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പെക്കൊക്കെ നമുക്ക് ഇവിടെ പുറകെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്നും വായിച്ച് നോക്കാൻ പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് നേരെ പെട്ടെന്ന് അൺബോക്സ് ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇത് രാവിലെ കിട്ടിയിട്ട് ഞാൻ ഇത്രയും നേരം ഒരു ഫോൺ അൺബോക്സ് ആക്കാതെ വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ അത് അൺബോക്സ് ആക്കാതെ തന്നെ വെച്ചിരുന്നത്. രാവിലെ 9 മണിക്കാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. പക്ഷേ ഇത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 6 മണിയാണ്. വൈകുന്നേരം 6 മണിക്കാണ് ഞാൻ ഇത് അൺബോക്സ് ആക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അൺബോക്സ് ആകാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് ആ ഒരു കളറൊന്ന് കാണാൻ എനിക്ക് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ഒരു 15 മാക്സ് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത്. നമുക്ക് നാച്ചുറൽ ടൈറ്റാനിയം കളറിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോക്സ് വരുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സിമുലേഷൻ ടൂളും സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. സ്റ്റിക്കർ പക്ഷേ നമുക്ക് നാച്ചുറൽ ടൈറ്റാനിയം കളറൊന്നുമല്ല, വൈറ്റ് കളർ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. വേറെ ബാക്കി പ്രത്യേകിച്ചൊന്നും അതിനകത്ത് വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് സി കേബിളാണ്. ടൈപ്പ് സി കേബിൾ ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. ബ്രൈഡഡ് കേബിളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഐപാഡ് പ്രോയിലൊക്കെ വന്നിരിക്കുന്ന കണക്കുള്ള ബ്രൈഡഡ് കേബിളാണ് നമുക്കിപ്പോൾ ഐഫോണിൻ്റെ കൂടെ ലഭിക്കുന്നത്. ടൈപ്പ് സി പിന്നാണ് നമുക്കിനകത്ത് വരുന്നത്. രണ്ട് സൈഡും നമുക്ക് ടൈപ്പ് സിയോട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ചാർജിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു കേബിൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഡിവൈസ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സിൽ പ്രത്യേകിച്ച് പറഞ്ഞും വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ടൈറ്റാനിയം കളറിലുള്ള ഐഫോൺ 15 പ്രോ മാക്സ് 256 GB ആണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ബാക്ക് ഗ്ലാസ് വളരെയധികം നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വെയിറ്റ് ഫീൽ ആവുന്നുണ്ട്. കാരണം ആ ഒരു 14 പ്രോ മാക്സ് ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെയധികം നല്ലൊരു വെയിറ്റ് ഡിഫറൻസ് തന്നെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഓൺലൈനിൽ നമുക്ക് ഒത്തിരിയധികം ഇഷ്യൂസ് ഇതിനെക്കുറിച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വെയിറ്റ് വളരെ നല്ലതായിട്ട് കുറഞ്ഞായിട്ട് എനിക്കിപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ 14 പ്രോ മാക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു റൗണ്ടഡ് എഡ്ജസ് വരുന്നുണ്ട്. അതായത് നമുക്ക് മുമ്പ് 14 പ്രോ മാക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കുമായിരുന്നു. ആ ഒരു ഷാർപ്പ് എഡ്ജ് കൊണ്ട്. പക്ഷേ ചെറുതായിട്ടൊരു റൗണ്ടഡ് എഡ്ജസ് ആണ് നമുക്ക് ഈ ഒരു 15 പ്രോ മാക്സിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ചെറുതായിട്ടൊരു റൗണ്ടഡ് എഡ്ജസ് കിട്ടുന്നുണ്ട്. വളരെയധികം റൗണ്ടഡ് അല്ല, എന്നാലും ചെറിയ റൗണ്ടഡ് ആണ്. പിന്നെ നമുക്ക് ക്യാമറയുടെ വന്നിട്ടുണ്ട്. ക്യാമറയിൽ കുറച്ചുകൂടെ പ്രൊജക്ഷൻ കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ഓൺ ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇവിടെ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു തിന്നർ ബെസലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ടൈപ്പ് സി പോർട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ടൈപ്പ് സി പിന്നെയാണ് നമുക്ക് ഇനി മുതൽ 15 പ്രോ മാക്സ് പോലെ എല്ലാ ഡിവൈസിലും വരുന്നത്. അപ്പോൾ യു കെയുടെ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ബസ്സിൽ വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുമ്പ് നമ്മൾ ലീക്സിലൊക്കെ കേട്ടത് ഒത്തിരിയധികം വേൾഡിലെ ഏറ്റവും കുറഞ്ഞ തിൻ ബസ്സിലുള്ള ഫോണാവുമെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് അത്യാവശ്യം ബസ്സിൽ നമുക്കിതിനകത്തുണ്ട്. എന്നാലും കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ബസ്സിലിൻ്റെ സൈസ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം നമുക്ക് കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ഏരിയ കണക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ അത്യാവശ്യം വളരെ നല്ലൊരു ക്യാമറ വരുന്നുണ്ട്. ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് 6x സൂം വരുന്ന ഒരു ക്യാമറയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇനിഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഇവിടെ വൈഫൈയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈഫൈയിൽ ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഒന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി നോർമലായിട്ടുള്ള എല്ലാ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെയിം ആണ് വരുന്നത്. ആക്ഷൻ ബട്ടൺ ടൈപ്പ് സി പോർട്ട് പിന്നെ നമുക്ക് ക്യാമറയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് 6x സൂം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു 15 പ്രോ മാക്സിൽ വന്നിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിലും ചെറുതായിട്ടുള്ള ബെസൽ സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഒന്ന് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂ കൊടുക്കാം. ഇത് നമ്മുടെ iOS 17 ഒരു ഇനീഷ്യൽ സെറ്റപ്പാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാസ്വേഡ് എൻട്രി ചോദിക്കുന്നു. ജസ്റ്റ് പാസ്വേഡ് എൻട്രി ചെയ്യാം. പാസ്വേഡ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 6 ഡിജിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് 4 ഡിജിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ മുമ്പേ ഉള്ള ഫീച്ചേഴ്സാണ്.
പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഡേറ്റാസൊന്നും ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണിട്ടും iOS 17 വന്ന പുതിയൊരു ഫീച്ചർ ഉണ്ട്. ഇവിടെ യൂസ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് എന്നും പറഞ്ഞ് നമുക്കിവിടെ താഴെ കാണിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആപ്പിൾ ഐ ഡി നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ ആപ്പിൾ ഐ ഡി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തോളൂ. ഞാൻ എൻ്റെ ആപ്പിൾ ഐ ഡി ഇവിടെ ഒന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ ഐ ഡി എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് എഗ്രി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ iOS 17 പുതിയതായിട്ട് ലോഡിംഗ് സ്ക്രീൻ. ഇതാണ് നമ്മുടെ ആ ഒരു ആപ്പിൾ ഐ ഡിയിലേക്ക് സൈൻ ഇൻ ആവുന്ന ഒരു സ്ക്രീൻ. ഇതാണ് നമുക്ക് ഇപ്പോൾ കാണിക്കുന്നത്. അത്യാവശ്യം വളരെ നല്ലൊരു ലുക്ക് തന്നെ ഇത് തരുന്നുണ്ട്. ഇതെൻ്റെ iOS 17 വീഡിയോസിൽ എനിക്കത് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മളത് ഓൾറെഡി എൻ്റെ ഐ ഡി സൈൻ ഇൻ ആയതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ജസ്റ്റ് ഇപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു ലോഡിംഗ് സ്ക്രീൻ മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് പക്ഷേ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു എൻ്റെ ഡിസ്പ്ലേ കുറച്ച് വലുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു എഡ്ജസ് കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലിയൊരു ഫോണായിട്ട് തന്നെ അവിടെ ഫീൽ ആവുന്നുണ്ട്. പിന്നെ വെയിറ്റ് അത്യാവശ്യം കുറഞ്ഞു. അത് മെയിനായിട്ടൊരു കാര്യം അതാണ് കേട്ടോ. വെയിറ്റ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആക്ഷൻ ബട്ടൺ വരുന്നത്. നമ്മുടെ മ്യൂട്ട് ബട്ടൺ മാറി നമുക്ക് ആക്ഷൻ ബട്ടൺ വന്നിട്ടുണ്ട്. ബാക്കി നോർമൽ ആയിട്ടുള്ള ബട്ടൺസ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. താഴെ നമ്മുടെ ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്പീക്കറിലൊക്കെ താഴെ തന്നെ വരുന്നുണ്ട്. നമ്മുടെ ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ അപ്ഡേറ്റ് ഏതെങ്കിലും ഉള്ള സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഇനേബിൾ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. സെല്ലോ ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആപ്പിൾ പേക്കുള്ള കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പിൾ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കാർഡ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അപ്പം ജസ്റ്റ് ആഡ് ചെയ്യുന്നില്ല. ഞാൻ സെറ്റപ്പ് ലെറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ആപ്പിളിൻ്റെ അകത്ത് ആപ്പിൾ പേക്ക് വേണ്ടി എങ്ങനെ കാർഡ് ആഡ് ചെയ്യുന്നതൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണത്. ജസ്റ്റ് നോട്ടം കൊടുക്കാം. സ്ക്രീൻ ടൈം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഐഫോൺസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻസാണ്. അനലൈറ്റിക്സ് ചോദിക്കുന്നുണ്ട്. ഷെയർ വിത്ത് ആപ്പിൾ കൊടുക്കാം. അപ്പോൾ ഡാർക്ക് മോഡാണ് ഞാൻ എൻ്റെ ഫോൺസിൽ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് കുറച്ചുകൂടെ വളരെ നല്ലൊരു ലുക്കും പിന്നെ നമുക്ക് കുറച്ച് ബാറ്ററി ലൈഫും എക്സ്ട്രാ തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് സൈലൻറ്റ് മോഡ് നമുക്കിവിടെ കൺട്രോൾ സെൻറ്ററിൽ വരുന്നുണ്ടോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആക്ഷൻ ബട്ടൺ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു 15 Pro Maxൽ വന്നിരിക്കുന്ന മെയിൻ ഒരു ഫീച്ചർ ഇതാണ്. ആക്ഷൻ ബട്ടൺ നമുക്ക് എല്ലാ 15 സീറ്റിലും എല്ലാത്തിലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആക്ഷൻ ബട്ടൻ്റെ ആ ഒരു ഫംഗ്ഷൻ ഏതാണ് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പല പല ഫംഗ്ഷൻസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല. നമുക്ക് എമർജൻസി SOSും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ iOS 17 ഒരു വാൾപേപ്പർ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു റിച്ച് വാൾപേപ്പറാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സൊക്കെ വേറെയൊക്കെ വന്നിട്ടുണ്ട്. ആക്ഷൻ ബട്ടണൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മുടെ ആ ഒരു ഇനിഷ്യൽ സെറ്റപ്പും കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ എസ് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇവിടെ നമ്മുടെ ഒരു ഡിസ്പ്ലേയിലൊക്കെ വളരെയധികം നല്ലൊരു ലുക്ക് തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ഫുൾ കംപ്ലീറ്റ് ആക്സസറീസ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോസ് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു iPhone 15 Pro Maxനുള്ള ബെസ്റ്റ് ആക്സസറീസ് ഒക്കെ. ഇപ്പോൾ ഇതാണ് ആക്ഷൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ആക്ഷൻ ബട്ടൺ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ ബട്ടൺ വർക്ക് ആവത്തില്ല. കാരണം നമുക്ക് ഇതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തതിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടൺ വർക്ക് ആവത്തുള്ളൂ. കണ്ടും ഹോൾഡ് ഫോർ എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണിക്കുന്നതായിരിക്കും ഹോൾഡ് ഫോർ സൈലൻസ് എന്ന് കാണിക്കുന്നത്. അതായത് നമുക്ക് ആക്സിഡൻ്റ് ആയിട്ട് ആ ഒരു ബട്ടൺ വർക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഫീച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ വർക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ അതാണ് ആക്ഷൻ ബട്ടൺ. നമുക്ക് നോർമൽ ബട്ടൺസ് കൂടെ വരുന്നുണ്ട്. സിം കാർഡ് ട്രേ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വരുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ആ ഒരു ആൻറ്റീന മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 2 ആൻറ്റീന കാണുന്നതായിരിക്കും. താഴെ വന്ന ടൈപ്പ് സി പോർട്ടുണ്ട്. നമുക്ക് പിന്നെ സ്പീക്കർ ഗ്രിൽസും നമുക്കിവിടെ താഴെ തന്നെ വരുന്നുണ്ട്. മുകളിലേക്ക് നിന്ന് നമ്മുടെ ആ ഒരു ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത്യാവശ്യം വളരെ നല്ലൊരു ക്യാമറ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പ്രൊജക്ഷൻ പക്ഷേ കുറച്ച് കൂടിയിട്ടുണ്ട്. ബാക്ക് ഗ്ലാസ് നമുക്ക് ഇപ്പം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. മൊത്തത്തിൽ ഫ്രെയിം നമുക്ക് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ബാക്ക് ഗ്ലാസ് മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സർവീസ് ചാർജും കുറയുന്നതായിരിക്കും. എഡ്ജസൊക്കെ വളരെയധികം നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈയൊന്നും പെട്ടെന്ന് വേനിക്കത്തില്ല. അപ്പോൾ അത് വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ 14 Pro Max ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 14 Pro Maxൻ്റെ എഡ്ജ് വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒരു ഫീൽ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. 14 Pro Max കുറച്ചധികം ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് നമുക്ക് വരുന്നത്. കാരണം നമുക്ക് കയ്യിൽ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൈ മുമ്പ് വേദനിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കത് വേദന വരില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ഇനിഷ്യലായിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ആ ഒരു 14 Pro Maxൽ നല്ലൊരു എഡ്ജ്, ഷാർപ്പ് എഡ്ജ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് പക്ഷേ കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജാണ് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നത്. അത് വെച്ചാൽ വളരെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. വെയിറ്റ് വളരെ തന്നെ കുറഞ്ഞായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ മൊത്തം ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ക്യാമറയിൽ മാത്രം നമുക്ക് ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടായതാണ് ഇതിൻ്റെ ഒരു കേസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ആക്ഷൻ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. മറ്റേത് സ്ലൈഡറാണ് വരുന്നത്. താഴെ നമുക്ക് ലൈറ്റിംഗ് കണക്ടറാണ് 14 Pro Max വരുന്നത്. നമുക്ക് 15 Pro Maxൽ നമുക്ക് USB ടൈപ്പ് സി പോർട്ടാണ് നമുക്ക് വരുന്നത്. ബാക്കി ഡയമെൻഷൻസ് എല്ലാം നമുക്ക് ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ
കഴിഞ്ഞ വർഷത്തെ മെയിൻ കളറും ഈ വർഷത്തെ മെയിൻ കളറും ഇതാണ് നമുക്ക്. പക്ഷേ ഈ വർഷം ഒരു ക്രിംസൺ റെഡ് കളറൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ അത് നമുക്ക് വന്നില്ല. അത് മാത്രമേ നമുക്ക് എനിക്കൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നുന്നത്. ആ റെഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കളറായിരുന്നു അത്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പുതിയ കളറും ഈ വർഷത്തെ ഏറ്റവും പുതിയ കളറുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു.